നരേന്ദ്രമോദി നോർവേയിൽ പോയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എല്ലാ ഇന്റർനാഷണൽ ടൂറുകളും ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാരൻ ഇവിടെയും ചെയ്തത്. പ്രധാനമന്ത്രി നോർവേയിൽ ബിസിനസ് ആൻഡ് റിസർച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. നോർവേയിൽ ഹയസ്റ്റ് സിവിലിന് ഓണർ അവാർഡ് വാങ്ങുന്നു. അവിടെയുള്ള ഇന്ത്യൻ ജനങ്ങൾ മോദി ജയ് വിളിച്ച് ജ്വലിച്ചു നിൽക്കുന്നു. പക്ഷെ എന്റെ ഒരു ഡൗട്ട്, ഈ 12 വർഷം കൊണ്ട് മോദിജി ഉണ്ടാക്കിയ ഡെവലപ്മെന്റ് കണ്ട് ജയ് വിളിക്കുന്ന ഈ ആളുകൾ എന്തുകൊണ്ട് ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നില്ല? മോദിജിയുടെ PR വർക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ നോർവേയിൽ ഒരു ജേർണലിസ്റ്റ് വന്ന എല്ലാം മണ്ണ് വാരിയിട്ടു. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 150 രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്താണ് നോർവേ. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 157ആണ്, പാകിസ്ഥാനേക്കാളും താഴെ. പ്രോബ്ലം ഇവിടെ തൊട്ടാണ് തുടങ്ങിയത്. നരേന്ദ്രമോദി, സ്വീഡിഷ് പ്രൈം മിനിസ്റ്റർ, യൂറോപ്യൻ പ്രസിഡന്റ് എന്നിവർ ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. മോദിജിയുടെ ഫേസിന്റെ ഫ്രണ്ടിൽ ടെലിപ്രോംപ്റ്ററുമുണ്ട്. പ്രോബ്ലം ഇവിടെ വെച്ചാണ് കടുപ്പമായത്. കോൺഫറൻസ് ടൈമിൽ മോദിജിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ല. നോർഡിക് രാജ്യങ്ങളിലെ ജേർണലിസ്റ്റുകളും നമ്മുടെ നാട്ടിലെ ജേർണലിസ്റ്റുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മോദിജി അവിടെ വെച്ച് ഡെമോക്രസിയും കോൺസ്റ്റിറ്റ്യൂഷനെയും പറ്റി വലിയ പ്രസംഗം നടത്തി. പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം മറന്നുപോയി. ജനാധിപത്യത്തെ ചോദ്യങ്ങൾ, ഡിബേറ്റുകൾ, പ്രതിപക്ഷം എന്നിവയൊക്കെ ഉണ്ടെന്ന്. നോർവേയിൽ എലി ലെങ്സ്വിഡൻ എന്നൊരു പേരുള്ള ജേർണലിസ്റ്റിന്റെ കയ്യിൽ നിന്നും പുള്ളിക്ക് അധികം രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇന്ത്യയിലെ കുറെ പേര് ആഗ്രഹിച്ച ചോദ്യമാണ് അവർ ചോദിച്ചത്. ലോകത്തിലെ ഏറ്റവും ഫ്രീ ആയ പ്രസ്സാണ് ഞങ്ങളുടേതും, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ട് പോകും മോദിജി എന്നും. എലി ചോദ്യം ചോദിക്കുക മാത്രമല്ല ചെയ്തത്, മോദിജിയുടെ പുറകെ ലിഫ്റ്റ് വരെ പോയി. പക്ഷെ മറുപടി കിട്ടിയില്ല. നമ്മുടെ സുപ്രീം ലീഡറിനോട്, വിശ്വഗുരുവിനോട് ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന് പാവം ഹെലിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ IT സെല്ലിന്റെ പവർ എന്താണെന്ന് ഹെലിക്ക് മനസ്സിലായി. അവർ ഹെലിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തപ്പിയെടുത്ത് അവൾ ഒരു സ്പൈ ആണെന്നും പ്രതിപക്ഷം പറഞ്ഞു വിട്ടതാണെന്നും പ്രചരിപ്പിച്ചു. ഒടുവിൽ പാവം എനിക്ക് ക്ലാരിഫിക്കേഷൻ എഴുതേണ്ടി വന്നു. ഞാനൊരു സ്പൈ അല്ല, ഒരു സാധാരണ ജേർണലിസ്റ്റ് ആണ്, ഞാൻ എന്റെ ജോലി ചെയ്തതാണെന്നും. മോദിജി ഹെലിയെ വിളിച്ചൊരു 10 മിനിറ്റ് ഇന്റർവ്യൂ കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ ആ പ്രോബ്ലം തീർന്നേനെ. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായനെ മോദിജി ചോദ്യങ്ങളെ പേടിക്കാറില്ലെന്നും. എന്നാൽ MEAക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ പൊപ്പയുടെ നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അവർക്ക് ഉത്തരം കൊടുത്തേ പറ്റൂ, കൗണ്ടർ ആക്ഷൻ എടുത്തേ പറ്റൂ എന്ന്. ഇത് ആരുടെ ഐഡിയ ആണെന്ന് അറിയില്ല, എന്തായാലും നല്ല ഐഡിയ ആണെന്ന് വിചാരിച്ചവർ നോർവേയിലെ ജേർണലിസ്റ്റുകളെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. ചോദ്യങ്ങളോടൊക്കെ വായടപ്പിക്കുന്ന രീതിയിൽ ഉത്തരം കൊടുക്കാനായിരുന്നു പ്ലാൻ. ഇന്ത്യയിലെ ജേർണലിസ്റ്റുകളെ കൂട്ടായിരിക്കും നോർവേയിലെ ജേർണലിസ്റ്റുകൾ എന്നാണ് അവർ വിചാരിച്ചത്. കുറച്ച് ഉറക്കം സംസാരിച്ച് കണ്ണെന്ന് ചുമപ്പിച്ച് കാണിച്ചാൽ മിണ്ടാതിരുന്നോളുമെന്ന്. അങ്ങനെ ഹെലിയെ ഈ പ്രസ് ബ്രീഫിംഗിലേക്ക് വിളിച്ചു. ഹെലി അവിടെ വെച്ച് സിമ്പിളായി 3 ചോദ്യങ്ങൾ ചോദിച്ചു. 1. നോർവേ ഇന്ത്യയെ എന്തിനു വിശ്വസിക്കണം? 2. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ ഇന്ത്യ ഉറപ്പ് നൽകാനാകുമോ? 3. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എപ്പോഴാണ് ഇന്ത്യൻ മാധ്യമങ്ങളോട് കടുത്ത ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാൻ തുടങ്ങുന്നത്? ഡിപ്ലോമാറ്റിക്കായി ആൻസർ കൊടുക്കുന്നതിന് പകരം MEA സെക്രട്ടറി സിബിൻ ജോർജ് അവിടെ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ നമ്മൾ കേൾക്കുന്നത്. യോഗ, ചെസ്, UPSC, കോവിഡ്, ഗാന്ധി, നെഹ്റു, ഹിസ്റ്ററി എല്ലാം മറുപടിയിലുണ്ടായിരുന്നു. CB ജോർജ് പറയുന്നത് കേട്ടാൽ തോന്നും ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സ് കോടതിയും എല്ലാം കിടിലൻ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. പക്ഷേ പുള്ളിക്കാരിടയ്ക്ക് പത്രം ഒന്നും വായിക്കാറില്ലെന്ന് തോന്നുന്നു. ഉമർ ഖാലിദ് 5 വർഷമായി ജയിലിലാണ്, ഇതുവരെ ട്രയൽ പോലും തുടങ്ങിയിട്ടില്ല. സുപ്രീം കോടതിക്ക് പോലും കൺഫ്യൂഷൻ ആണ് പുള്ളിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോന്ന്. അവിടെ ജേർണലിസ്റ്റ് കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഞങ്ങളെ ഹിസ്റ്ററി പഠിപ്പിക്കേണ്ട, പോയിന്റിലേക്ക് വരുമെന്ന്. അതോടെ പുള്ളിക്കാരൻ വീണ്ടും ദേഷ്യം വന്നു. ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണെന്നും നമ്മൾ മാത്രം ശരിയാണെന്നും CB ജോർജിന്റെ വിചാരം. പ്രസ് കോൺഫറൻസ് എന്നാൽ ഞാൻ പറയും നിങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കണമെന്നാണ് പുള്ളിയുടെ ധാരണ. ഹെലി ചോദിച്ച ഇതേ ചോദ്യങ്ങൾ ഡച്ച് പ്രധാനമന്ത്രിയും ചോദിച്ചതാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ മോദിജിയോടും നമ്മുടെ സർക്കാരിനോടും ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഈ സംഭവത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്ത് പറഞ്ഞു, മോദിജിയുടെ ഈ നോർവേ വിസിറ്റിന് പിന്നിലും അദാനിയാണെന്ന്. ഇതാണ് മക്കളെ പുതിയ കഥകൾ.